അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സവിത അനിൽ. ഇത് എൻ്റെ മകൾ നന്ദന. ഞങ്ങൾ കൊല്ലം കണ്ണനെല്ലൂർ വരുന്നു. ഇത് എൻ്റെ മോളുടെ ഫുൾ A+ കിട്ടിയതിൻ്റെ അനുഗ്രഹം, SSLCക്ക് ഫുൾ A+ കിട്ടിയതിൻ്റെ അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യത്തെ എല്ലാ സിലബസും മാറി, ക്വസ്റ്റ്യൻ പാറ്റേണും എല്ലാം മാറ്റമായിരുന്നു. അതിൻ്റെ അനുസരിച്ച് കുഞ്ഞിന് മാത്സിനും കെമിസ്ട്രിക്കും ഫുൾ മാർക്ക് നല്ല കുറവായിരുന്നു, CA ഉള്ളായിരുന്നു. അതിനനുസരിച്ച് ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനനുസരിച്ച് ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ പങ്കെടുക്കുകയും അച്ഛൻ തലേ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരീക്ഷയുടെ തലേന്ന് ഞാൻ അമ്മ മാതാവ് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് ഒരു വചനം തരികയും ആ വചന ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറമേൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി എന്ന വചനം കേട്ടു. ആ വചനം കേട്ടപ്പോൾ തന്നെ ഞാൻ മോളോട് പറയുകയും ആ വചനം നമുക്ക് വേണ്ടി തന്ന വചനമാണ്, അത് വെച്ച് മോള് എഴുതി പ്രാർത്ഥിക്ക്, അത് നമുക്ക് ഫുൾ A+ അമ്മ മാതാവ് വാങ്ങി തരുമെന്ന് ഞാൻ പറഞ്ഞു. അതനുസരിച്ച് എൻ്റെ കുഞ്ഞ് വചനം എഴുതി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ രൂപം ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തോട്ട് മോൾ ആ വചനം എഴുതി ഫുൾ A+ തന്ന് അനുഗ്രഹിക്കണമെന്ന് എഴുതി വെക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് മോൾക്ക് ഫുൾ A+ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ 10ാം ക്ലാസ്സിൽ പഠിത്തം തുടങ്ങി മുതലേ മോൾ പറഞ്ഞു, ഞാൻ ട്യൂഷനൊന്നും പോകുന്നില്ല, അമ്മ മാതാവ് പഠിപ്പിച്ച് എനിക്ക് ഫുൾ A+ വാങ്ങിച്ചു തരണം, അതിന് അമ്മ മാതാവിൻ്റെ ഒരു ചിത്രം വരച്ച് എനിക്കിവിടെ സമർപ്പിക്കണം, അത് സാക്ഷ്യത്തോടു കൂടി അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന് മോൾ പറയുകയും അതിൻ്റെ ഫലമായിട്ട് മോൾ അമ്മയുടെ ഒരു ചിത്രം വരച്ച് ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ മോള് വരച്ച ചിത്രം. ഇത് ഞാൻ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. രണ്ടാമതായി എൻ്റെ മോൾക്ക് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയ, ശാസ്ത്രോത്സവത്തിന് സെലക്ഷൻ കിട്ടുകയും അതിൽ A ഗ്രേഡ് നൽകി അമ്മ മാതാവ് അമ്മയെ ഈശോയെ അനുഗ്രഹിക്കുകയും ചെയ്തു. മൂന്നാമതായി എൻ്റെ മോളുടെ കാലിന് ഒരു 3 വർഷമായിട്ട് ഒരു കുരുപ്പ് വന്ന് പൊട്ടുമായിരുന്നു. അത് എല്ലാ വർഷവും ഇങ്ങനെ കുരുപ്പ് വന്ന് പൊട്ടി അതങ്ങ് ഉണങ്ങുമായിരുന്നു. പക്ഷേ അത് പിന്നെയും ഓരോ വർഷമായിട്ട് അത് വന്ന് പിന്നെയും പൊട്ടി ഒലിച്ച് നിൽക്കുമായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ തൈലം ഉപയോഗിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ മുറിവ് ഉണങ്ങുകയും പിന്നെ അതൊരു പാടുപോലും ഇല്ലാതെ അത് മാറ്റി തന്നതിന് നന്ദി പറയുന്നു. അതേ കണക്ക് തന്നെ എൻ്റെ കാലിൻ്റെ കണ്ണിന് എപ്പോഴും നീര് വരുമായിരുന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ കാലിൻ്റെ ബാൻഡേജ് ചുറ്റി മാത്രമേ നടക്കാവൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഞാനിവിടെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ആ ബാൻഡേജ് ചുറ്റാതെ ഇവിടുന്ന് ആർത്തുങ്കൽ വരെ നടക്കുകയും ഒരു കുഴപ്പവും കൂടാതെ, ഇന്ന് വരെ ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് പിന്നെ ആ ബാൻഡേജ് ചുറ്റേണ്ടി വന്നിട്ടേ ഇല്ല. എനിക്ക് അമ്മ മാതാവ് ഈശോ വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കുടുംബത്തിലുണ്ടായ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, വഴക്കും പ്രശ്നങ്ങളും എല്ലാമായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മ മാതാവ് ഈശോ വഴി എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ആൾക്കാരെ കയറി ഇന്ന് സാക്ഷ്യം പറയാനും, ഞാൻ ഇതേ കണക്ക് ആരുടെ മുമ്പിൽ കയറി ഇതുവരെ എനിക്ക് പറയാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ അമ്മയും ഈശോയും സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ എല്ലാ മാസങ്ങളിലും വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ വഴിയിലിരിക്കുന്ന എല്ലാവർക്കും ആഹാരം വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. കയ്യിലുള്ള പൈസകൾ, എന്നാൽ കഴിയുന്ന പൈസകളെല്ലാം ഞാൻ അവർക്ക് സഹായം ചെയ്യുമായിരുന്നു. എല്ലാ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നന്ദന. ഞാൻ അമ്മയുടെ ഉടമ്പടിയിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഫുൾ A+ നേടാൻ സാധിച്ചത്. എൻ്റെ കഴിവിനാലല്ലാതെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. ഞാനും ഇനി ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വന്ന് ഉടമ്പടി എടുക്കും. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞ വാക്കാണ്, ഞാൻ ജീവിതകാലം മുഴുവനും അമ്മയുടെയും ഈശോയുടെയും അടുക്കൽ നിന്ന് സാക്ഷ്യപ്പെടും. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. സവിത അനിൽ എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ ഈശോയോടുള്ള അഗാധമായ സ്നേഹമാണ് അവർ ഇവിടെ വ്യക്തമാക്കുന്നത്.
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ എത്രമാത്രം അവർ ഈശോയെ സ്നേഹിക്കുന്നു, എത്രമാത്രം പരിശുദ്ധ അമ്മ അവരോട് കൂടെ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മകളുടെ വിജയത്തെക്കുറിച്ച് അമ്മ ഇവിടെ സവിത ഏറ്റുപറയുകയായിരുന്നു. പരീക്ഷ 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ മകൾ വചനം സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള വലിയ ഉറപ്പോടുകൂടിയാണ് അമ്മയോട് ചേർന്ന് ഉടമ്പടി ജീവിച്ചത്. മകൾക്ക് ഒരു പ്രോമിസും കൂടി കൊടുത്തു. സാധാരണഗതിയിൽ ചിലരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ജോലി കിട്ടിയാൽ, എൻ്റെ രോഗം സൗഖ്യപ്പെട്ടാൽ ഞാൻ ഇതൊക്കെ ചെയ്തോളാം. പക്ഷേ മകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഞാൻ അമ്മയുടെ ചിത്രം വരച്ച് സാക്ഷ്യം പറഞ്ഞോളാം. അങ്ങനെ ഒരുപാട് മക്കളിവിടെ വന്ന് അവരുടെ ജോലി കിട്ടുമ്പോൾ രാത്രിയിൽ പാതിരാത്രിയിലൊക്കെ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ മകൾ തൻ്റെ ആ പ്രോമിസ് ഇവിടെ ഫുൾഫിൽ ചെയ്യുകയാണ്. അതാണ് ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഞാൻ വാഗ്ദാനം ചെയ്യുമ്പോൾ ഞാൻ എത്രമാത്രം വിശ്വസ്തയാണെന്ന് ഈ മകളിവിടെ വളരെ ചെറിയ പ്രായത്തിൽ 15 വയസ്സിൽ നമുക്കിവിടെ കാണിച്ചു തരികയാണ്. ഒരു പടി കൂടി കടന്ന് മോൾ പറയുകയാണ്, ഇനി ഞാൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കും, ഉടമ്പടി ചെയ്ത് ഞാൻ ഈശോയെയും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമെന്നുള്ള ഒരു വലിയ പ്രോമിസ് കൂടി മകൾ പറയുകയാണ്. നാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ മകൾക്ക് കലാപരമായി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, യൂത്ത് ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് കലോത്സവത്തിൽ മകൾക്ക് A ഗ്രേഡ് നൽകി അനുഗ്രഹിച്ചതിനും തൻ്റെ കാലിലുണ്ടായ 3 വർഷമായിട്ടുണ്ടായിരുന്ന മുറിവ് എത്ര തന്നെ ചികിത്സിച്ചിട്ടും മാറിയിരുന്നില്ല. ഇവിടെ വന്ന് അമ്മ ഉടമ്പടി ചെയ്ത തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ഒരാഴ്ച കൊണ്ടാണ് മകളുടെ മുറിവ് ഒരു പാടുപോലുമില്ലാതെ മകൾക്ക് സൗഖ്യം കൊടുത്തതെന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ സവിതയ്ക്ക് 3 വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ വേദന, അത് 14-20 കിലോമീറ്റർ നടന്നപ്പോൾ ആ വേദന മാറിയെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തപ്പോഴാണ് മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതെന്നും ഏറ്റു പറയുന്നു. അസാധ്യമായ കാര്യങ്ങളാണ് ഈശോ നമുക്ക് നേടിത്തരുന്നത്. മകളുടെ വിജയമായാലും അവരുടെ കാലിലെ അസ്വസ്ഥതകളായാലും എല്ലാം തന്നെ അവരേറ്റു പറയുന്നത്, ഇതൊന്നും ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, മരുന്ന് കൊണ്ടല്ല, ലേപനം കൊണ്ടല്ല, ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ സീറോ, ഞങ്ങളുടെ കുടുംബത്തിൽ അസമാധാനമായിരുന്നു, വഴക്കായിരുന്നു, അതെല്ലാം മാറി ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ്, ഉടമ്പടിയാണ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതെന്ന് ഏറ്റുപറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഉന്നതിയും പ്രശസ്തിയും ഉണ്ടാകുവാനും ദൈവനാമം മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സവിത അനിലിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.